വെൽക്കം ബാക്ക് ടു ആര്യ ഷിജു വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഹെയർ കളറിങ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവളുടെ മനോഹരമായിട്ടുള്ള മുടി ഞങ്ങളൊന്ന് കളർ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി സ്ട്രീക്സിൻ്റെ ഈ ഹെയർ കളറിങ് പാക്കാണ് വാങ്ങിയിട്ടുള്ളത്. മിക്സിങ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. അതിൽ നേരെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളത് മിക്സ് ചെയ്ത് ആദ്യം വെച്ചു. എന്നിട്ട് മുടി നന്നായിട്ട് കോതി വൃത്തിയാക്കി കൊടുക്കൊക്കെ പോക്കിയതിന് ശേഷം നമ്മുടെ സാധാ പ്ലാസ്റ്റിക് കവറാണ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സാധാ പ്ലാസ്റ്റിക് കവറൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ തലയിലേക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെ മുടിയാണ് നമുക്ക് കളർ ചെയ്യേണ്ടത് എല്ലാം കൂടി എടുത്ത് ഒരുമിച്ച് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ കളർ ചെയ്യേണ്ട മുടി മാത്രം അതിലൂടെ ഓട്ടയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു 2 ക്രീമായിട്ടാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഒരു ഷൈനിങ് എഫക്റ്റും ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്ന ആ ഒരു ലെവലിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് അത് ഓരോ ക്രീമിൻ്റെ മുകളിലും അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന കമ്പനീൻ്റെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ അതിന് ടൈം ഡ്യൂറേഷൻ എഴുതിയിരിക്കും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് പെർമിഷനൊക്കെ എടുത്ത് വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ചേച്ചിയാണ്. അപ്പം അമ്മയ്ക്കും ആഗ്രഹം അമ്മേൻ്റെ മുടി ഒന്ന് ചോപ്പിക്കണമെന്ന്. അപ്പോൾ അമ്മേൻ്റെ മുടിയും കൂടി ഏച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇത് തേച്ച് സെറ്റ് ചെയ്ത് വെച്ച് ആ ടൈം കഴിയുമ്പോൾ നമ്മളത് വാഷ് ഔട്ട് ചെയ്യണം. ശേഷം മുടി നല്ലോണം ഉണക്കിയെടുക്കുകയാണ്. ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ കളർ കൊടുക്കുന്നത്. നമുക്ക് ഏതാണോ കളർ ചൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വാങ്ങാം. അപ്പം നമ്മൾ വാങ്ങുമ്പം ഇവിടെ ഞങ്ങൾ ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പം അത് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളെന്ത് ചെയ്തു, ഇത് കഴിഞ്ഞതിന് ശേഷം അത് ഡ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടാമത്തതും നമ്മൾ സെയിം പ്രൊസീജിയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് തന്നെയാണ് രണ്ടാമതും ചെയ്തിരിക്കുന്നത്. അപ്പം അത് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അത് പറയുന്ന ഇൻസ്ട്രക്ഷനിൽ പറയുന്ന ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് വാഷ് ഔട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയണം. വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്തിട്ട് നമ്മളിവിടെ എയർ ഉപയോഗിച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നല്ലൊരു എഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് ചെയ്ത സമയത്ത് ഗ്ലൗസ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഗ്ലൗസ് ഇടാണ്ടെന്നാൽ നമ്മളെ കൈയൊക്കെ വൃത്തിയിടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്തോളാം. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആയിട്ട് വലിയ ചിലവില്ലാതെ നമുക്ക് ഹെയർ കളറിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് പോയി ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലീച്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് നല്ലോണം ഹെയർ ഡാമേജ് ആവും. അതുപോലെ തന്നെ മൊത്തം ഹെയർ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ കുറച്ചെടുത്ത് മാത്രം ചെയ്യുമ്പോൾ ആ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് കാണുകയും നമുക്ക് എന്താ പറയുക നമ്മുടെ ഹെയറിന് വലിയ എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ കിട്ടുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.